മോളെ, നീ കരഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കും. പക്ഷേ നീയും ഗോപിയുമായുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഗോപി ഇത്തരക്കാരാണെന്ന് അറിയാനിടയായാൽ അതൊരു കഷ്ടമായി പോയത്. ഈശ്വരൻ നമ്മളെ രക്ഷിച്ചു. അച്ഛാ, ഗോപി അത്രക്കാരനല്ല അച്ഛാ. ഈ പറയുന്നത് നിന്റെ ആഗ്രഹമാണ്. ഞാൻ അവളെ കണ്ടതാണ്. അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത് അവൾ ഗോപിയുടെ ഭാര്യയാണെന്ന്. പിന്നെ കാണുന്നത് അവളുടെ ശവമാണ് ഗോപിയുടെ പറമ്പിൽ. അതുകൊണ്ട് നീ അവനെ മറന്നേ പറ്റൂ. ഒരു ഭാര്യ ഉണ്ടായിരുന്നിട്ടും നിന്നോട് പ്രേമം ഭാവിച്ച വഞ്ചകൻ. തനിക്ക് അസൗകര്യമെന്ന് കണ്ടപ്പോ അവളെ കൊല്ലാൻ പോലും മടിക്കാത്ത ദുഷ്ടൻ. ഇനിയും നീ അവനെ സ്നേഹിക്കുക, അവന് വേണ്ടി കരയുകയും. ഇതുവരെ നിന്നോടുള്ള വാത്സല്യം കൊണ്ട് നിന്റെ നിർബന്ധ ബുദ്ധി ഞാൻ സഹിക്കായിരുന്നു. മതിയാക്കും നിന്റെ കരച്ചിൽ. മതിയാക്കാനല്ലേ പറഞ്ഞത്? ഇനി ഈ വീട്ടിൽ നിന്റെ ശബ്ദം കേട്ടു പോരുത്. അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ മോളെ? ഇനി നീ കരഞ്ഞിട്ടോ ആഹാരം കഴിക്കാതെ കിടന്നിട്ടോ വല്ല പ്രയോജനമുണ്ടോ? വന്ന് വല്ലതും കഴിക്കും മോളെ. എന്താ ഇപ്പോ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? പെട്ടെന്നല്ല, ഞാൻ വളരെ ആലോചിച്ച് തീരുമാനിച്ചതാണ്. ഇനി ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. വിജയൻ, മനസ്സിലായില്ല. ആ കേസിന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുൻപ് ഗോപി ഇവിടുന്ന് പോകുന്നത് ബുദ്ധിമോശമാണ്. അത് ശരിയാ. പക്ഷെ ഓരോരുത്തരും ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ നാട്ടുകാര് അതും ഇതുമൊക്കെ പറയുന്നത് കേട്ട് തളരുന്നതിൽ കാര്യമില്ല. കുറെ നാട്ടുകാർ ഗോപിയുടെയും കൂടെ ഉണ്ടെന്ന് കരുതിക്കൂ. നാട്ടുകാര് അതും ഇതുമൊക്കെ പറയുന്നത് കേട്ട് തളരുന്നതിൽ കാര്യമില്ല. കുറെ നാട്ടുകാർ ഗോപിയുടെയും കൂടെ ഉണ്ടെന്ന് കരുതിക്കൂ. ചേട്ടാ, ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ നിന്നെ കണ്ടു കഴിയുകയായിരുന്നു. ഒരു രാത്രിയല്ലേ എന്നെ കണ്ടുള്ളൂ. എന്റെ എല്ലാ രാത്രികളും അങ്ങനെയാണ്. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എന്റെ കണ്ണിൽ നീ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നും എന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്റെ കണ്ണുകളിലല്ല ഗോപിയേട്ടൻ, ഹൃദയത്തിലാണ് നിറഞ്ഞു നിൽക്കുന്നത് എപ്പോഴും. ശരിയാണ്. ഞാൻ ഇന്ന് തന്നെ, ഇപ്പോ തന്നെ ഗോപിയേട്ടന്റെ കൂടെ വരാം. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഒരു ദിവസമേ ഒന്നിച്ചു ജീവിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ആ ഒരു ദിവസത്തെ ജീവിതം മതി. ക്ഷമിക്കൂ ഗീതേ, ഒരു കൊലപാതകത്തിന്റെ പേരിൽ എന്നെ ആരോ കുരുക്കാൻ ശ്രമിക്കുകയാണ്. നീ മാത്രമേ ഇന്നെന്നെ വിശ്വസിക്കുന്നുള്ളൂ. എനിക്ക് തീർച്ചയായും ഒരു അപകടവും വരില്ല. ഞാൻ തെറ്റ് ചെയ്തവനല്ലല്ലോ. സത്യം തെളിയുന്നവരെ
എന്റെ ഗീത ക്ഷമിച്ചേ പറ്റൂ. ഒക്കത്തില്ല. ഞാനൊരു കാര്യം പറയാം, അത് കേൾക്കാമെന്ന് സത്യം ചെയ്താൽ ഞാൻ താഴോട്ട് ഇറക്കാം. കാര്യം എന്നതാന്ന് പറ. വെറുതെ എന്തിനാ സത്യം ചെയ്യുന്നത്? രഹസ്യമാ. നീ മോളിലും ഞാൻ താഴെ നിന്നും കൊണ്ട് എങ്ങനെയാ രഹസ്യം പറയുന്നത്? ഇന്ന് താഴോട്ട് ഇറങ്ങി വാ. എനിക്ക് മറിയച്ചേടത്തിയെ വിശ്വസിക്കാവൂ? ഓഹോ, വിശ്വസിക്കാം. ഇന്ന വാക്ക്. അയ്യേ, ഇനി ഞാൻ 10 പേരെ മുഖത്ത് എങ്ങനെ നോക്കും? 10 പേരൊന്നും മറിയെ നോക്കണ്ട, എന്നെ ഒറ്റ ആളെ നോക്കിയാ മതിയല്ലോ. നീ എന്നെ നോക്കണ്ട, എന്നെ നോക്കാനേ വേറെ ആളുകളുണ്ട്. എന്റെ മറിയെ, ഇന്നലെ ഈ മറിയുടെ ലതേ വെള്ളത്തിൽ പോയപ്പോ ജീവൻ കളഞ്ഞ് ഞാൻ മാത്രല്ലേ വെള്ളത്തിൽ ചാടാനുണ്ടായിരുന്നു. കൊച്ചപ്പച്ചേട്ടൻ വെറുതെ കരക്ക് കിടന്ന് കളിച്ചല്ലേ ഉള്ളൂ. എന്താ കൃതം? 2 ആക്കിയല്ലേ കൊണ്ടുവന്നത്? ഇങ്ങട്ടാ, ഞാനേ അതൊന്നാക്കി തരാം. നീ കൊത്തി കൊത്തി മുറച്ചിക്കാരി കൊത്തി തുടങ്ങിയാടാ. അയ്യോ, ഇത് കൊച്ചപ്പച്ചേട്ടന്റെ മറിയല്ലോ, ഇത് നീലമറിയല്ലേ. നീലമറിയേ നീലമറിയേ നീ എന്തെടുവിണ്ടാത്തേ. വേദനിപ്പിക്കാതെ. എന്നാലും എന്റെ മറിയേ, നീ എന്നോട് ഇത് ചെയ്തു കളഞ്ഞല്ലോ. എന്റെ കൊച്ചപ്പച്ചേട്ടാ, കരയാരേ കൊച്ചപ്പച്ചേട്ടാ, ഈ മറിയ ഏത് നിറം മാറിയാലും കൊച്ചപ്പച്ചേട്ടന്റെ അയക്കും. അതെ, ഉടൻ പ്രതീക്ഷിപ്പിൻ, ഞങ്ങളുടെ തിയേറ്ററിലെ അടുത്ത പടം നീലമറിയ. വരുവിൻ, കാണുവിൻ, ആനന്ദിപ്പിൻ.
ഗോപിയേട്ടാ, ഗോപിയേട്ടാ, ആരുമില്ലേ ഇവിടെ? ഗോപിയേട്ടാ. ഇത് നിൽക്കൂ.